പറ്റാത്തവർക്ക് ഒന്നും പറ്റൂല. ഇപ്പം കുറച്ച് ആൾക്കാർ അങ്ങനെ ഉണ്ടല്ലോ. ഇവിടെ ഒന്നും അങ്ങനത്തോലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഓരെ പറ്റി പറയണില്ല. വെറുതെ ഇല്ലാത്തത് ഉണ്ടാക്കി പറയേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങളാ നാട്ടിലൊക്കെ ഇപ്പോൾ ഒരു കൂട്ടിരുന്നാൾ ഒരു ചങ്ങായി പറഞ്ഞു മരിച്ചോടത്ത് ഖുർആൻ ഓതാൻ പറ്റൂല. അപ്പം പിന്നെ നമ്മളെന്ത് ചെയ്യും? നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഓനാണ് മരിച്ചു എന്നുള്ള വാർത്ത കേട്ടാൽ നമ്മളെന്താ ചെല്ലുക? ഒന്ന് ചെല്ലിക്കാണ്. എന്താ ചെല്ലുക? ഇന്നാലില്ലാഹി, അത് ഖുർആനാണോ? അല്ലേ? അതെന്താണ്? ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അത് ഖുർആനാണോ? അല്ലേ? ആണെങ്കിൽ ആണ് എന്ന് പറയാം, അല്ലെങ്കിൽ അല്ല എന്ന് പറയാം. ആണ്. അപ്പോൾ പിന്നെ ഇവരൊക്കെ മരിച്ചു എന്ന് കേട്ടാൽ നമ്മളെന്താ ചെല്ലുക? മരിച്ചോടത്ത് ഓതാൻ പറ്റുമോ? പറ്റൂല. ഇവരൊക്കെ മരിച്ചു എന്ന് കേട്ടാൽ ഇന്നാലില്ലാഹി ചെല്ലാൻ പറ്റുമോ? എന്തുകൊണ്ട്? ഖുർആൻ ഓതാൻ പറ്റില്ല. എന്നാൽ അൽഹംദുലില്ലാ എന്ന് പറയാൻ പറ്റുമോ? ദിക്റും ചെല്ലാൻ പറ്റൂല. പിന്നെ ഞാൻ എന്താ പറയാ? പോണ വഴിക്ക് പോട്ടെ എന്ന് വെക്കുക. നമ്മളൊരു പാർട്ടി ചേരുക, ഫാഷന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേരുക, ഉദ്യോഗത്തിന് വേണ്ടി ചേരുക, വിദ്യാഭ്യാസത്തിന് വേണ്ടി ചേരുക എന്നൊക്കെ പറഞ്ഞ് ചേരുമ്പോൾ എന്തിനാണ് ചേർന്നത് എന്ന് കൂടി ആലോചിക്കണം. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉമ്മയുടെ ഗർഭാശയത്തിൽ ഖുർആൻ, ഭൂമിയിൽ ഖുർആൻ, മരണ വാർത്ത സ്വീകരിക്കുന്നത് തന്നെ ഖുർആനോടുകൂടെയാണ്. അല്ലേ? മരണ വാർത്ത സ്വീകരിക്കലെങ്ങനെ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ അവസാനത്തെ കാഴ്ച ഖബർക്ക് താത്തി വെച്ച് കാണുകയാണ്. അപ്പോൾ മണ്ണ് വാരിയറിൽ എങ്ങനെ മണ്ണ് വാരിയറിൽ എങ്ങനെ? മിൻഹാ ഖലഖനാകും വ ഫീഹാ നുഈദുകും. പിന്നെ താറത്തൻ, അതേതാ? അതായത്തല്ലേ? ഇവരൊക്കെ മറയുമ്പോൾ മിൻഹാ ഖലഖനാകും ഓതാൻ പറ്റുമോ? മരിച്ചോടത്ത് ഓതാൻ പറ്റൂല. പിന്നെ ഇനി എന്ത് ചെല്ലിങ്ങാണ്ട പോണ വഴിക്ക് പോയിക്കോ പറഞ്ഞ ഭാര്യയിടാന്നല്ല. നമ്മളെ പാർട്ടി മാറുക, ഫാഷൻ നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ ദീനിൽ കളിക്കണ്ട. ദീനായിട്ട് നിലനിർത്തണം. നമ്മളെ ഈ കേരളം എത്രയോ മഹാന്മാര് പകർത്തി തന്ന ദീൻ ഇവിടെ ഉള്ളതാണ്. അപ്പം നമ്മൾ പറയാം നമ്മളെ കുട്ടികളൊക്കെ ഇപ്പോൾ ഒക്കെ വാട്സപ്പിലാണല്ലോ. നാളെ ഒരു കുട്ടി മറ്റവനുണ്ട് വോയിസ് അയച്ചിക്കണേ, എടാ എൻ്റെ അടുത്ത് ഒരു ഇന്നാലില്ലാഹി ഉണ്ടെങ്കിൽ വേഗം അയച്ചുകൊണ്ടാ, എൻ്റെ കുടുംബത്തിലൊരാൾ മരിച്ചിക്കണ്. അല്ലാഹു റബ്ബി, കുടുംബത്തിന് മരണ വാർത്ത കേട്ടു മോൻ ഇന്നാലില്ലാഹി തരികയാണ് തീരെ. അപ്പം നമ്മൾ ഓർമ്മിച്ച് നോക്കണം. എന്നാൽ പിന്നെ അങ്ങനെയെങ്കിലും ആവട്ടെ. നമ്മൾ ഓർത്ത് നോക്കി, നിങ്ങൾ മരിച്ചോടത്ത് ഓതാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മരണ വാർത്ത കേട്ടാൽ പിന്നെ ഇന്നാലില്ലാഹി പറയാൻ പറ്റുമോ? പുതിയ പാർട്ടിയാന്ന് പറയാൻ നിൽക്കണ്ട. ലോകത്ത് മുഴുവനും മരണവുമായി ബന്ധപ്പെട്ട് ഖുർആൻ ഓതാത്ത ഒരു രാജ്യം ആകാശത്തിന്റെ ചുവട്ടിൽ എവിടെയില്ല. 3 സൗദി രാജാക്കന്മാര് മരിച്ച വാർത്ത നമ്മൾ ടെലിവിഷനിൽ വായിക്കുന്നത് കേട്ടിട്ടുണ്ട്. സൗദിയിലെ തൊട്ട് മുമ്പത്തെ രാജാവ് അബ്ദുള്ള രാജാവ് മരണപ്പെട്ടു. അതിന് തൊട്ട് മുമ്പത്തെ രാജാവ് ഫഹദ് രാജാവ് മരണപ്പെട്ടു. അവരൊക്കെ മരണപ്പെട്ടപ്പോൾ സൗദിയുടെ ചാനലുകൾ മുഴുവനും, GCC രാജ്യങ്ങളിലെ മുഴുവൻ ചാനലുകളും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞുകൊണ്ട് മരണ വാർത്ത പ്രഖ്യാപിച്ചു. ഉടനെ ഖുർആനോത്ത്. അറബ് രാഷ്ട്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന അബൂദാബിയിലെ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ റഹ്മത്തുള്ളാഹി അലൈഹി വല്ലാത്ത സേവനം ചെയ്തിരിക്കുന്ന മഹാനാണ്. അദ്ദേഹം വഫാത്തായി ഒരു റമളാൻ 22-ന്. ഞങ്ങളൊക്കെ അവിടുന്ന് തറാവീഹ് നിസ്കരിച്ചിങ്ങനെ ഇറങ്ങുമ്പോഴാണ് ആ വഫാത്ത് വാർത്ത. മുഴുവൻ പള്ളികളിലും മുഴുവൻ ചാനലിലും എല്ലാറ്റിലും ഒരാഴ്ച മുഴുവനും ഖുർആൻ പാരായണം. അദ്ദേഹത്തെ ഇപ്പൊ അബൂദാബിയിലെ ഏറ്റവും വലിയ പള്ളിയുണ്ട്. ആ ഏറ്റവും വലിയ മുൻവശത്ത് അദ്ദേഹത്തിന്റെ മക്ബറയാണ്. ആ മക്ബറയിൽ രാപ്പകലില്ലാതെ ഖുർആൻ പാരായണം നടക്കുന്നുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് പോയാൽ കാണാം. മരണം അതുമായി ബന്ധപ്പെട്ട് ഖുർആൻ പാരായണം. അതില്ലാത്ത രാജ്യത. നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് ഉമ്മയുടെ ഗർഭാശയത്തിൽ കേട്ടത് ഖുർആൻ, ഭൂമിയിൽ ജീവിതകാലത്ത് അധികമായി കേൾക്കേണ്ടത് ഓതേണ്ടത് ഖുർആൻ, ഖബറിലേക്ക് യാത്രയാക്കുമ്പോൾ ഖുർആൻ, മഹ്ശറിൽ എഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ ഖുർആൻ, ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ശഫീഅൻ ലിഅസ്ഹാബിഹി. നിങ്ങൾ നല്ലോണം ഖുർആൻ ഓതണം. മഹ്ശർ മൈതാനിയിൽ നിങ്ങളെ സംരക്ഷിക്കാൻ ഖുർആൻ വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിൽ നമ്മൾ വാതിലാണ് തുറന്നു. സ്വർഗത്തിലെ ആളുകളൊക്കെ അങ്ങനെ താമസം തുടങ്ങുമ്പോൾ ഏറ്റവും നല്ല സൗണ്ടിൽ ത്വാഹാ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്കാ, ഖുർആൻ ഓത്തോടു കൂടെയാണ് സ്വർഗ താമസം ആരംഭിക്കുക. ഖുർആൻ
അള്ളാഹുവേ ഗർഭാശയമാകുന്ന സ്വർഗത്തിൽ നിന്ന് വലിയ സ്വർഗത്തിലേക്കുള്ള ഞങ്ങളെ യാത്രയിൽ ഖുർആൻ കൊണ്ട് ഞങ്ങൾക്ക് വെളിച്ചം നൽകണേ അല്ലാഹ്.